എല്ലാവർക്കും നമസ്കാരം. ടിസ്കോൺ ടോക്കിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ മിസ്റ്റർ ആകാശ് ബാലചന്ദ്രനാണുള്ളത്. ഹീ ഈസ് ദ ഏരിയ സെയിൽസ് മാനേജർ ടിസ്കോൺ റീറ്റെയിൽ കർണാടക. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് മാൻഡ്രൽ, CRS, റിംഗ് ടെസ്റ്റിംഗ് കിറ്റിനെ പറ്റി സംസാരിക്കാം. സോ നമ്മളെല്ലാം CRSനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. സർ കുറച്ചുകൂടെ അതിനെപ്പറ്റി ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ തരാമോ? പിന്നെ അതിൻ്റെ ഒരു വേരിയസ് കോമ്പണൻസോ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു നമുക്ക് മോർ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടൊന്ന് പറയാൻ പറ്റുമോ? ഷുവർ. ആദ്യം തന്നെ എന്നെ ഈ വേദിയിൽ വിളിച്ചതിന് താങ്ക്സ് ഗോപിക. താങ്ക് യു. സോ കമ്മിങ് ടു CRS, നമ്മൾ ഈ വീട് പണിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യം വരുന്ന രണ്ട് മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റീലും കോൺക്രീറ്റും. കറക്റ്റ്. അപ്പോൾ അതിൽ സ്റ്റീലിനെയാണ് നമ്മൾ റീബാർ എന്ന് പിന്നെ പറയും. അപ്പോൾ നമ്മളുടെ ഈ ഇന്ത്യൻ മെയിൻലാൻഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 7000 കിലോമീറ്റർ കോസ്റ്റ് ലൈൻ ഉണ്ട്. അതിൽ നമ്മളുടെ നാട് എന്ന് പറയുമ്പോൾ ഒരു 600 കിലോമീറ്റർ കോസ്റ്റ് ലൈൻ. ഡെഫിനറ്റ്ലി യെസ്. അപ്പം നമ്മളുടെ നാട്ടിൽ നനവും പിന്നെ ഈ ഉപ്പും ഇതൊക്കെ എന്തായാലും ഉണ്ട്. ആൻഡ് അതുതന്നെയാണ് ഈ കോൺക്രീറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കോൺക്രീറ്റിൻ്റെ ഒപ്പം നമ്മൾ ഈ TMTനെ ഉപയോഗിക്കുമ്പോൾ ഒരു നോർമൽ TMT കൊറോഡാവും. കറക്റ്റ്, ഡെഫിനറ്റ്ലി. ഓക്കെ. ആൻഡ് ഈ കൊറോഷൻ വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റീലും കോൺക്രീറ്റും തമ്മിലുള്ള ബന്ധനം അത് ലൂസാവും. ഓക്കെ. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ സ്റ്റെബിലിറ്റി കുറയും, സ്ട്രെങ്ത് കുറയും. ആൻഡ് നമ്മളൊരു വീടെന്ന് പറയുമ്പോൾ ഒരു ശരാശരി മനുഷ്യന് നമ്മൾ പറയുമ്പോൾ ഒരു വെറും വീടല്ലല്ലോ, അതൊരു സ്വപ്നമാണ്. അതെ അതെ. അപ്പോൾ ആ സ്വപ്നത്തിനെ സുരക്ഷിതമായി നമ്മൾ വെക്കണമെങ്കിൽ നമ്മൾ അതിൽ ഒരു CRS സ്റ്റീലിനാണ് ഉപയോഗിച്ചാലാണ് നല്ലത്. ഓക്കെ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ CRS എന്താണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ കൊറോഷൻ റെസിസ്റ്റൻറ്റ് സ്റ്റീൽ. അപ്പോൾ ഒരു നോർമൽ TMTയുടെ ഒപ്പം തന്നെ നമ്മൾ അതിൽ കുറേ അലോയ് മെറ്റീരിയൽസ് ലൈക്ക് കോപ്പർ ആൻഡ് ക്രോമിയം ഇത് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഈ കോപ്പറും ക്രോമിയം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓക്സൈഡ് ലെയർ ഉണ്ടാക്കും. അത് കാരണം കൊണ്ട് ആ TMT സുരക്ഷിതമായിരിക്കും. അപ്പോൾ ഈ CRS എന്ന് പറയുമ്പോൾ സാർ മെൻഷൻ ചെയ്ത പോലെ നമ്മുടെ നാട്ടിൽ മോസ്റ്റ് ഓഫ് ദം ആർ കോസ്റ്റൽ ഏരിയാസ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉപയോഗം കോസ്റ്റൽ ഏരിയസിൽ തന്നെയാണോ? ബിക്കോസ് ഇസ് ഇറ്റ് മോർ വയബിൾ ടു യൂസ് ഇറ്റ് ഇൻ ദാറ്റ് ഏരിയ? Or like, you know, is it okay? Is it better if we use it in other areas as compared to normal TMT? Yes. So, ഇന്ത്യയിൽ അലോങ് വിത്ത് ദ കോസ്റ്റൽ റീജിയൻസ് അവിടെ എന്തായാലും CRS തന്നെയാണ് നമ്പർ 1 ഓപ്ഷൻ. പക്ഷെ അതല്ലാണ്ട് നമ്മൾക്ക് കുറേ ഇൻഡസ്ട്രിയൽ ഏരിയാസും ഉണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ ദി എയർ ഇസ് എ ബിറ്റ് അസിഡിക്. ഓക്കെ. അപ്പോൾ അങ്ങനെ അസിഡിക് നേച്ചറുള്ള സ്ഥലത്തും അതെ CRS ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. ഓക്കെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടിയും പറയാണ്, ഒരു വീടെന്ന് പറയുന്നത് വെറും ഒരു വീടല്ല, മനുഷ്യൻ്റെ ഒരു ലൈഫ് ലോങ് ഡ്രീം. കറക്റ്റ്, മേക്ക് സെൻസ്. ഇപ്പോൾ നമ്മൾ CRS എന്ന് പറയുമ്പോൾ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഡിഫറൻസസ്? ഇപ്പോൾ നമ്മൾ ഒരു നോർമൽ TMTയും നമ്മളൊരു CRS എടുത്താലും അതിൻ്റെ രണ്ട് തമ്മിൽ എന്ത് ഡിഫറൻസ് ആണ് നമുക്ക് വിസിബിളി അല്ലെങ്കിലും ആസ് എ മാനേജർ, ലൈക്ക് വാട്ട് ഡിഫറൻസ് can you show out, point it out to us? സോ വിസിബിളി നമ്മൾ പറയുകയാണെങ്കിൽ CRSും ഒരു നോർമൽ TMTയും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ല. ഓക്കെ, ഇറ്റ്സ് പ്രിറ്റി മച്ച് ദ സെയിം ഓൺ എ വിഷ്വൽ ബേസിസ്. അതിൻ്റെ ഉണ്ടാക്കാനുള്ള പ്രോസസ്സ് അവിടെയാണ് എക്സാക്ട് വ്യത്യാസം വരുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എങ്ങാനും ഒരു കസ്റ്റമറിന് എന്താ പറയുക, അവർ പറ്റിക്കപ്പെടുമോ എന്നുള്ള ഒരു പേടി വരികയാണെങ്കിൽ അതിനു വേണ്ടിയാണ് നമ്മൾ ബ്രാൻഡ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ. സോ അതുകൊണ്ട് അവർ നമ്മളുടെ ഓത്തറൈസ്ഡ് ഡീലറിൻ്റെ ഷോപ്സിൽ പോവുകയാണെങ്കിൽ അവിടെ എന്തായാലും അവരത് വാങ്ങിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ബ്രാൻഡ് സർട്ടിഫിക്കറ്റ്സ് കിട്ടും. ഓക്കെ. ആൻഡ് ഇപ്പോൾ ഇതുപോലെ ബ്രാൻഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെന്ന് അർത്ഥമാണെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് പ്രിറ്റി മച്ച് വി ആർ ഗെറ്റിംഗ് സ്കാംഡ് മേ ബി. ഐ മീൻ മേ നോട്ട് ബി സ്കാംഡ് ബട്ട് സ്റ്റിൽ അറ്റ് ദ സെയിം ടൈം ഞാൻ പറയുന്നു, നമ്മളുടെ എല്ലാ കൺസ്യൂമേഴ്സും ഒരു ഡീലർ ഷോപ്പിൽ പോയിട്ട് എസ്പെഷ്യലി CRSനെ പറ്റി ചോദിക്കുമ്പോൾ അവരെന്തായാലും ബ്രാൻഡ് സർട്ടിഫിക്കറ്റ് നോക്കണം. ഓക്കെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് ഒരു നോർമൽ TMTനായിട്ടും കോസ്റ്റ്ലിയറാണ്. സോ അവർ പേ ചെയ്യണതിന് ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവണം. അപ്പോൾ അത് കാരണം ഒരു ഒത്തൻറ്റിക്കേഷന് വേണ്ടിയിട്ട് ബ്രാൻഡ് സർട്ടിഫിക്കറ്റ്. ഓക്കെ. ഇത് ഇതുപോലെ ബ്രാൻഡ് സർട്ടിഫിക്കറ്റിന് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ അതോ ജസ്റ്റ്? ഇല്ല, ദാറ്റ്സ് ഒരു നമ്മളുടെ ടാറ്റ സ്റ്റീൽ പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് ആണ്. Okay, it's okay, very good. So let's move on to Mandrels now.
നമ്മളിപ്പോൾ മാൻഡ്രൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു പുതിയ വേർഡാണ്. ഞാനിതുവരെ അതിനെപ്പറ്റി കേട്ടിട്ടില്ല. ആൻഡ് ഐ തിങ്ക് നോട്ട് ലോട്ട് ഓഫ് പീപ്പിൾ നോ മച്ച് അബൌട്ട് ഇറ്റ്. സോ നമ്മൾ മാൻഡ്രൽസും CRSലും തമ്മിൽ എന്താണ് ആക്ച്വലി ബന്ധം? വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഇറ്റ്? നമ്മൾ എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്? സോ മാൻഡ്രിൽ എന്ന് പറയുമ്പോൾ ഒരു നമ്മളുടെ ഈ മേസൺസ് അല്ലെങ്കിൽ കൽപ്പണിക്കാരെന്ന് നമ്മൾ മലയാളത്തിൽ പറയും, അവർ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ഓക്കെ. അത് CRS ആയിട്ടും അതെ, പിന്നെ നോർമൽ TMT ബാറുമായിട്ടും അതെ, എല്ലാ TMTs ആയിട്ടും അതെ അതിന് റിലേഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഒരു TMT റോഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനെ നമുക്ക് ഒരു പ്രത്യേക രൂപത്തിൽ ചിലപ്പോൾ വളയ്ക്കേണ്ടി വരും. അതെ, നമ്മളിങ്ങനെ രൂപം കൊടുക്കേണ്ടി വരും. അതെ അതെ അതെ. അപ്പോൾ ആ രൂപം കൊടുക്കുമ്പോൾ ഇപ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മേസൺസ് ഒരു നോർമൽ പിന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. മീൻസ് പിന്നെന്ന് വെച്ചാൽ ലൈക്ക് അതൊരു എന്താ പറയുക, ഒരു 12 mm അല്ലെങ്കിൽ ഒരു 12 അല്ലെങ്കിൽ 20 mm ഒരു പിന്നാണ് അവർ ഉപയോഗിക്കുന്നത്. അത് കാരണം കൊണ്ട് എന്താ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോഡ് നമ്മൾ ബെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെൻഡിങ് ആംഗിൾ തെറ്റാവും. അത് കാരണം കൊണ്ട് ഈ റോഡ് ക്രാക്കാവും. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ മാത്രം പറയുന്നതല്ല, നമ്മളുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് 1786 എന്ന് പറഞ്ഞിട്ടുണ്ട്. കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്, നമ്മുടെ TMTസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ആ സ്റ്റാൻഡേർഡ് പ്രകാരം അതെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 8 mm തൊട്ട് 20 mm വരെ ഉള്ള TMTസിന് വേണ്ടിയിട്ട് നമ്മൾ 4 ഇരട്ടി വരുന്ന ഡയാമീറ്റർ ഉള്ള പിന്നാണ് ഉപയോഗിക്കേണ്ടത്. എക്സാക്ട്ലി. അപ്പോൾ അതല്ല ഇപ്പോൾ അവിടെ നടക്കണേ. അപ്പോൾ അത് കാരണം കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നല്ല പ്രൊഡക്റ്റ് കൊടുത്താലും അതിനെ മര്യാദയ്ക്ക് ഉപയോഗിക്കാത്ത കാരണം കൊണ്ട് അത് ഡാമേജ് ആയിപ്പോകും. അപ്പോൾ അതിൻ്റെ നമ്മളുടെ ടിസ്കോൺ പ്രൊഡക്റ്റിൻ്റെ ഫുൾ വാല്യൂ ആൾക്കാർക്ക് കിട്ടുന്നില്ല. അത് കാരണം. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഫുൾ വാല്യൂ അവർക്ക് കിട്ടണമെങ്കിൽ അവർ നമ്മൾ പറയണ ഈ ടിസ്കോൺ മാൻഡ്രൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഫുൾ വാല്യൂ കിട്ടും. ഓക്കെ. അപ്പോൾ അതിപ്പോൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണോ ഇത്, അതോ ഇൻ ജനറൽ ഇപ്പോൾ അത് ഈസ് ഇറ്റ് കമ്മിങ് അപ്പ് അതർ മാർക്കറ്റ്സിലെല്ലാം അവർ വേറെ ആൾക്കാർ ഇത് കൊണ്ടുവരുന്നുണ്ടോ? ലൈക്ക് ഇല്ല. സോ ബേസിക്കലി നമ്മളുടെ ടിസ്കോൺ റീറ്റെയിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ മാൻഡ്രിൽസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് നമ്മളുടെ ഡീലേഴ്സ് വഴി നമ്മളുടെ എല്ലാ മേസൺസിനും നമ്മൾ ഫ്രീ ആയിട്ട് ഇപ്പോൾ കൊടുക്കണം. ദാറ്റ്സ് ഗ്രേറ്റ്. ആൻഡ് അത് കാരണം കൊണ്ട് നമ്മൾ നോട്ട് ഓൺലി എന്താ പറയുക നല്ല പ്രൊഡക്റ്റ് കൊടുക്കണം, അത് ഉപയോഗിക്കാനുള്ള ഒരു മാർഗം കൂടിയും നമ്മളൊരു ഫുള്ളായിട്ട് അവരെങ്ങനെ അത് അത്രയും നമുക്ക് അതിൻ്റെ എത്ര യൂസേജ് എടുക്കാവോ അത്രയും നമ്മൾ അതിന് കൊടുക്കുന്നു. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഗുഡ്. ഇനിയിപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് ഞാൻ വായിച്ചതും അല്ല, ഞാൻ ഇതിൻ്റെ മുമ്പത്തെ പോഡ്കാസ്റ്റിൽ കണ്ടതാണ്. നമ്മൾ റിംഗ് ടെസ്റ്റിംഗ് കിറ്റിനെ പറ്റി നമ്മൾ എല്ലാവരും സംസാരിക്കുന്നുണ്ടായിരുന്നു, അതിനെപ്പറ്റി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി സാറിന് എന്താ പറയാനുള്ളത്? ബിക്കോസ് ഐ ബിലീവ് ഇറ്റ്സ് എ റിലേറ്റീവ്ലി ന്യൂ കോൺസെപ്റ്റ് ദാറ്റ് ഹാസ് കം അപ്പ് ആൻഡ് യു നോ ഐ വുഡ് നോട്ട് ജസ്റ്റ് മീ, ഇവിടെ ബാക്കിയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അതിനെപ്പറ്റി കുറച്ചുകൂടെ അറിയാനുള്ള നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഒരു TMTനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത്തിനെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 550 SD. അപ്പോൾ 550 എന്ന് പറയുന്നത് ബേസിക്കലി ആ TMTയുടെ yield strength ആണ്. ഓക്കെ. അപ്പോൾ ഈ yield strength നമ്മൾ സയൻറ്റിഫിക്കലി ടെസ്റ്റ് ചെയ്യുന്നത് എന്താ പറയുക, ഒരു ലീനിയർ ഒരു ലാബിൽ നമ്മൾ പോയിട്ട് അതിൻ്റെ ടെസ്റ്റ് നടത്തണം. പക്ഷേ ആ ടെസ്റ്റ് നടത്തി അതിൻ്റെ സ്ട്രെങ്ത് നമുക്ക് നമ്മളുടെ കസ്റ്റമേഴ്സ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്നൊരു ടെസ്റ്റാണ് റിംഗ് ടെസ്റ്റ്. അപ്പോൾ ഈ റിംഗ് ടെസ്റ്റിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 15 സെൻറ്റിമീറ്ററിൻ്റെ നമ്മളൊരു സ്പെസിമെൻ എടുക്കും നമ്മളുടെ റോഡിൻ്റെ. അതെടുത്ത് കഴിഞ്ഞിട്ട് അതിനെ കട്ട് ചെയ്ത ഭാഗം നമ്മൾ നല്ലോണം സ്മൂത്ത് ആക്കിയിട്ട് എന്നിട്ട് നമ്മളൊരു നൈറ്റൈൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ട്, നൈട്രിക് ആസിഡ് എത്തനോൾ സൊല്യൂഷൻ. ഈ നൈറ്റൈൽ സൊല്യൂഷൻ നമ്മളൊരു 3 to 4 ഡ്രോപ്സ് ആ കട്ട് ചെയ്ത ഭാഗത്ത്, സ്മൂത്ത് ചെയ്ത ഭാഗത്ത് നമ്മൾ ഇടും. അത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ കെമിക്കലി എച്ചിങ് എന്ന് പറയും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നല്ലൊരു സ്പെസിമെൻ ആണെങ്കിൽ ഒരു കറുത്തൊരു റിങ്ങും അതിൻ്റെ ഉള്ളിൽ ഒരു ഗ്രേ കളറിൻ്റെ റിങ്ങും വരും. അപ്പോൾ അതിൽ ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറുത്ത റിങ്ങിനെയാണ് നമ്മൾ മാർട്ടിൻസൈറ്റ് എന്ന് പറയും. ആൻഡ് ഉള്ളിലുള്ളതിനെ ഫെറൈറ്റ് പെർലൈറ്റ് എന്ന് പറയും സയൻറ്റിഫിക് ടേംസ്. ഈ കറുത്ത റിങ് മാർട്ടിൻസൈറ്റ് പാർട്ട് എങ്ങാനും 6 to 7% ആണെങ്കിൽ that means ആ സ്പെസിമെൻ വളരെ നല്ലൊരു സ്പെസിമെൻ. It's a good specimen. 6 to 9%. 7%. അത് വളരെ നല്ലൊരു സ്പെസിമെൻ ആണ്. ഇപ്പോൾ അത് മാത്രമല്ല
6 to 7% ഒരു ഭാഗത്ത് മാത്രം ആയാൽ പറ്റില്ല. നല്ല കറക്റ്റ് ആയിട്ട് സറൗണ്ടിങ്ങിൽ യൂണിഫോം ആയിട്ട് 6 to 7% ഉണ്ടാവും. അത് മാത്രമല്ല ഈ മാർട്ടിൻ സൈറ്റ്, അപ്പോൾ ചിലപ്പോൾ ചോദ്യം വരാം എന്തുകൊണ്ട് 6 to 7%? എന്തുകൊണ്ട് 6 to 7? അതെ അതെ. എക്സാക്ട്. സോ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മാർട്ടിൻ സൈറ്റ് നമ്മളുടെ ഒരു TMT ബാർ എന്ന് പറയുമ്പോൾ അത് വെറും സ്ട്രെങ്ത് മാത്രമല്ല, അതിന് നല്ല ഡക്ടിലിറ്റിയും വേണം. നമ്മൾ ഇപ്പം നമ്മൾ ഈ വളയ്ക്കണ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അപ്പോൾ വളച്ച് കഴിഞ്ഞിട്ട് എങ്ങാനും അത് തിരിച്ചു ഒന്നുകൂടി നേരെയാക്കണമെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോരുത്. അപ്പോൾ അതിന് നല്ല സ്ട്രെങ്ത്തും വേണം, എന്നാൽ അതേസമയം നല്ല ഡക്ടിലിറ്റിയും വേണം. അപ്പോൾ ഇപ്പം ഉണ്ടാവണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെങ്ത് എത്ര കൂട്ടണു അത്രയും ഡക്ടിലിറ്റി കുറയും. So they are inversely proportional. പക്ഷേ ടാറ്റ സ്റ്റീൽ ആൻഡ് ടിസ്കോൺ റീറ്റെയിൽ ഇവരാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ 550 SD എന്ന് പറഞ്ഞ മെറ്റീരിയൽ കൊണ്ടുവന്നത്. അപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 550 yield സ്ട്രെങ്ത്തിൻ്റെ സ്ട്രെങ്ത്തും ഉണ്ട്, എന്നാൽ അതേസമയം 16% എലോങ്ങേഷൻ്റെ സൂപ്പർ ഡക്ടൈൽ ഫീച്ചറും ഉണ്ട്. സോ അത് കാരണം കൊണ്ട് നമ്മളുടെ ഈ പ്രൊഡക്റ്റ് ടിസ്കോൺ റീറ്റെയിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് നമുക്കിപ്പോൾ ഇന്ത്യയിൽ കിട്ടാം. സോ എന്നാൽ നമ്മളെല്ലാവരും നമ്മളുടെ പ്രൊഡക്റ്റിനെ ബെസ്റ്റ് പ്രൊഡക്റ്റ് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് നമ്മൾ മലയാളത്തിൽ പറയണം. പക്ഷേ അത് നമ്മളുടെ കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ കൊണ്ടുവന്ന ഒരു ടെസ്റ്റും കൂടിയാണ് ഈ റിംഗ് ടെസ്റ്റ്. സോ അത് നമ്മളുടെ എല്ലാ ഡീലർ ഷോപ്പിലും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളുടെ കസ്റ്റമേഴ്സിന് എങ്ങാനും അത് നേരിട്ട് കാണണമെങ്കിൽ അതിൻ്റെ ലൈവ് ഡെമോ അവരവിടെ കാണിച്ചു ജസ്റ്റ് റിക്വസ്റ്റ് ചെയ്ത് അവർ നമുക്ക് അപ്പോൾ എനിക്ക് ബിഫോർ വി റാപ്പ് അപ്പ് എനിക്ക് ഒരു ഡൗട്ടും കൂടി ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഈ ഡക്ടിലിറ്റിയും സ്ട്രെങ്ത്തും വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് രണ്ടും ഒരേ ഇറ്റ് ഷുഡ് ബി അറ്റ് പാർ? എന്തുകൊണ്ടാണ് ഇത് നമുക്ക് ആവശ്യം? സോ നമ്മളിപ്പോൾ ഒരു നോർമൽ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു 3 BHK 1500 സ്ക്വയർ ഫീറ്റിൻ്റെ ഒക്കെ വീടിന് ഇപ്പോൾ നമ്മൾ നോർമലി നാട്ടിലൊക്കെ നമ്മൾ അപ്പോൾ അതിനൊരു എന്താ പറയുക ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ടാവും, ഒരു ഫസ്റ്റ് ഫ്ലോർ ഉണ്ടാവും, 4-5 പേരുണ്ട്, എല്ലാം കൂടി ഒരു നല്ലൊരു ലോഡുണ്ട്. അപ്പോൾ ആ ലോഡിനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റിക്ക് നമ്മളുടെ റീബാറിന് നല്ല സ്ട്രെങ്ത് ഉണ്ടാവും. എന്നാൽ അതേസമയം നമ്മളുടെ എന്താ പറയുക ഇപ്പോൾ കുറേ വൈബ്രേഷൻസ് ഉണ്ടാവാം, ഓർ മേ ബി നമ്മൾ പണിയണ വീട് മൈറ്റ് ബി ഒരു എർത്ത് ക്വേക്ക് ഉള്ള ഏരിയയിലാവാം. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഏരിയയിൽ വരുമ്പോൾ ഡക്ടിലിറ്റി ആണ് ഇതിനൊക്കെ എന്താ പറയുക കൗണ്ടർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് നല്ല സ്ട്രെങ്ത്തും നല്ല ഡക്ടിലിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇറ്റ് മേക്സ് ഇറ്റ് സ്റ്റേബിൾ ബേസിക്കലി. എനിവേ ഐ തിങ്ക് നമുക്ക് ഇവിടെ റാപ്പ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് മിസ്റ്റർ ആകാശ്. ഇറ്റ് വാസ് വെരി ഗ്രേറ്റ് ഹാവിംഗ് യു ഓൺ ദ ഷോ. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ്.